കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ഗൗതം ചേർത്തുണ്ട്. ഗൗതം, ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യം വളരെ ഗുരുതര സാഹചര്യത്തിലേക്ക് കടക്കുകയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം ഏറ്റവും ഒടുവിലെ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച്, നിലവിൽ നമുക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഗൗരവകരമായ വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച്, റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് 6 മിസൈലുകൾ ഇറാൻ ഖത്തറിലേക്ക് അയച്ചിട്ടുണ്ടെന്നും US-ന്റെ നിയന്ത്രണത്തിലുള്ള ഖത്തറിലെ വ്യോമ താവളം കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റോയിറ്റേഴ്സിന്റെ തന്നെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാൽ, നിലവിൽ ദോഹയുടെ ആകാശത്ത് തീഗോളങ്ങൾ കണ്ടെന്നും ഖത്തറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചെന്നും മിസൈലുകൾ നിർവീര്യമാക്കിയെന്നുമുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതേസമയം അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഈ മണിക്കൂറുകളിൽ ഇപ്പോൾ പുറത്തു വരികയാണ്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ US നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിന് സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിലെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അൽ ജസീറയും റോയിറ്റേഴ്സും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ്റെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉൾപ്പെടെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഫോർദോയിൽ ഉൾപ്പെടെ 2ാം ഘട്ട ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ നേതൃത്വം നൽകുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വന്നു. അതിന് സമാനമായി തന്നെ ഇറാനും തിരിച്ചടികൾ നൽകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പരസ്പരം മിസൈലുകൾ അയച്ചുകൊണ്ട് പുതിയ ആധുനിക മിസൈലുകൾ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടക്കുകയും അതിനിടയിൽ US ഇറാനെതിരെയുള്ള നടപടി ശക്തമാക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ മുന്നറിയിപ്പും ഭീഷണിയും ഒക്കെ പുറത്തുവന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഘർഷം വ്യാപിക്കുന്ന തരത്തിലേക്ക്, ഒരുപക്ഷെ നമ്മൾ കേരളത്തിലുള്ളവർക്ക്, ഇന്ത്യയിലുള്ളവർക്കൊക്കെ തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഖത്തറിലേക്ക് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് 6 മിസൈലുകളാണ് ഖത്തറിലേക്ക് അയച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുന്നത്. അത് ദോഹ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ ഇസ്രായേലിന് നൽകിയ മറുപടിയിലും ടെൽ അവീവ് കേന്ദ്രീകരിച്ചായിരുന്നു വലിയ ആക്രമണത്തിന് ഇറാൻ നേതൃത്വം നൽകിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഖത്തറിൽ ദോഹയിലേക്ക് ഈ വ്യോമതാവളം കേന്ദ്രീകരിച്ച്, അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വ്യോമതാവളമാണ്, ആ വ്യോമതാവളം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ്, അതിനാണ് നേതൃത്വം നൽകിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത. അന്താരാഷ്ട്ര വാർത്താ മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ദോഹയുടെ ആകാശത്ത് തീഗോളങ്ങൾ കണ്ടു എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഖത്തറിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനം ആക്ടിവേറ്റ് ആയിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മിസൈൽ അയച്ചിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി എന്നത് ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരം, 6 മിസൈലുകളാണ് ദോഹ ലക്ഷ്യം വെച്ച് ഇറാൻ വിക്ഷേപിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മിസൈൽ ആക്രമണത്തിനാണ് നേതൃത്വം നൽകിയത്. ഇത് അമേരിക്കയ്ക്കുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഇറാൻ വിലയിരുത്തുന്നതെങ്കിൽ പോലും പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലും ഒക്കെ തന്നെ വലിയ തരത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്കകത്ത് വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യം ഉടലെടുക്കുന്നതിന് ഇത് വഴിവെക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് മാറുകയാണ്. കൂടുതൽ ആളുകളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക്, കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അമേരിക്കയുടെ തിരിച്ചടി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ ഖത്തറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ട്, വാർത്തയാണ് ഈ മണിക്കൂറിൽ, ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദോഹയിൽ ഉൾപ്പെടെ നമുക്കറിയാം, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾക്കകത്ത് ഒരുപാട് മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ വിവിധ ആവശ്യങ്ങൾക്കായി, പഠനത്തിനും തൊഴിലിനുമായി ഒക്കെ ആശ്രയിക്കുന്ന പ്രവാസികൾ ഏറെയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ആക്രമണത്തിൻ്റെ വാർത്ത അത് വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് നമുക്കിടയിൽ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അഞ്ജലി, അതെ, ഗൗതം പറഞ്ഞ പോലെ വലിയൊരു ആശങ്ക തന്നെയാണ് ഇത് സൃഷ്ടിക്കുന്നത്. കാരണം ഈ അമേരിക്കൻ വ്യോമത്താവളത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയില്ലായിരുന്നു എന്നായിരുന്നു വിലയിരുത്തലുകൾ. എന്നാൽ ഇപ്പോൾ ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സാഹചര്യം കൂടുതൽ രൂക്ഷമാക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിന് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അഞ്ജലി, തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക്, ഒരുപക്ഷെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക്, കൂടുതൽ ആളുകൾ ഇടപെടുന്ന സാഹചര്യത്തിലേക്ക്, രാജ്യങ്ങൾക്കകത്ത് അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക്, അസ്വസ്ഥത ഉടലെടുക്കുന്ന തരത്തിലേക്ക് ഈ സംഘർഷം മാറുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാവുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അതിൻ്റെ സഖ്യരാജ്യങ്ങളെ അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള നയതന്ത്രം സംരക്ഷിക്കുന്ന രാജ്യങ്ങളിൽ പരമാവധി സുരക്ഷ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ സഹായങ്ങൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒപ്പം തന്നെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളവും സമാനമായ രീതിയിൽ തന്നെയാണ് അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധമുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് അവരുടെ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാം എണ്ണ വ്യാപാരവുമായി ഒക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കരാറുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. ആ കരാറുകളൊക്കെ പാലിക്കപ്പെടുന്ന ഒരു രാജ്യത്തിനെതിരെ അമേരിക്കയോടുള്ള വൈരാഗ്യം തീർക്കുന്ന തരത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്താൻ തീരുമാനിച്ചത് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വലിയ സംഘർഷത്തിന് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടി അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അമേരിക്ക സംരക്ഷണം നൽകുന്ന സുരക്ഷാ ക്രമീകരണങ്ങളിൽ സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളിൽ സംരക്ഷണം നൽകുന്ന അമേരിക്കയുമായി വലിയ കരാറുകൾ ഉള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇറാൻ തീരുമാനിക്കുന്നത് നേരത്തെയൊക്കെ ആശങ്കപ്പെട്ട രീതിയിൽ മധ്യേഷ്യയിൽ അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലൊക്കെ തന്നെ ഉടലെടുത്തിരിക്കുന്ന ഈ സംഘർഷ സാഹചര്യത്തെ വഷളാക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഓരോ രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരു ചേരികളിലും അണിനിരന്നാൽ അത് നമ്മൾ ഒരുപക്ഷെ ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ്, വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. 6 മിസൈലുകൾ ദോഹ ലക്ഷ്യമാക്കി ഇറാൻ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഖത്തർ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യവുമുണ്ട്. എന്തായാലും US-ന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്ക നിയന്ത്രിക്കുന്ന ദോഹയിലെ വിമാനത്താവളമല്ല വ്യോമത്താവളമാണ്. വ്യോമത്താവളം കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ തന്നെ ഖത്തർ അതിൻ്റെ വ്യോമപാത അടച്ചുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ആ വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ലോകം ചർച്ച ചെയ്തതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഖത്തർ ഇത്തരത്തിലുള്ളൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിപ്പിക്കാൻ ഖത്തറിന് കഴിഞ്ഞു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാകുക. എന്തായാലും വ്യോമപാത അടച്ചുകൊണ്ട് ഖത്തർ എടുത്ത മുൻകരുതൽ അത് കൃത്യമായി അർത്ഥവത്താക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ കൃത്യമായി തന്നെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഖത്തറിൻ്റെ വിലയിരുത്തലിനെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഇറാൻ്റെ നടപടി ഉണ്ടായത്. ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് ബദലായി അല്ലെങ്കിൽ അതിന് മറുപടി എന്നോണം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഖത്തറിലെ വ്യോമത്താവളം ആക്രമിക്കുക എന്ന നിലപാടിലേക്കാണ് ഇറാൻ പോയത് എന്നത് ഏറെ ഗൗരവകരമായ കാര്യമാണ്. അതൊരു പക്ഷേ വരും മണിക്കൂറുകളിലുള്ള പ്രതികരണങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നത് സംബന്ധിച്ച് നമുക്ക് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇരു ചേരികളിലായി ലോകരാഷ്ട്രങ്ങൾ അണിനിരക്കാനുള്ളൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരുപാട് പ്രവാസികളുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരും മലയാളികളുമായിട്ടുള്ള ഒരുപാട് പേരുള്ള സ്ഥലമാണ് ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യേഷ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ ഈ സംഘർഷ സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമല്ല. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നത് യാതൊരു തരത്തിലും അംഗീകരിക്കാവുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുക, അതിൽ തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് ഏറെ നിർണായകമാണ്.